നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? 26 മിസ് കോള്. ഒരു മിനിറ്റ്. ഇത് മുഴുവൻ കഴിക്കണോട്ടടി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനുണ്ട്? എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ. അവൾ അകത്ത് നോക്കിയിരിക്കുക. ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ? അതെ. ഒരു കട്ടിലിൽ? ആ. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്ത് ഉപകാരം? എല്ലാം ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ. അതാകുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ. എന്നാത്തിനാടാ മൊബൈലാക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാൽ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ. ഹലോ ഹലോ. എന്താ ചായ? എന്തു പറ്റി? എന്തോ ഒരു ദുഃഖവാർത്ത കേട്ട പോലെ. ലിബിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എപ്പാ? ഇന്ന് ഉച്ചയ്ക്ക്. വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയേ? ഇന്നലെ രാത്രി പുറപ്പെട്ടു. രാവിലെ കണ്ണൂരെത്തി. ഞാനും ഒരു തവണ ദാസേട്ടനെ കാണാൻ കണ്ണൂര് വന്നിട്ടുണ്ട്. വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നോ? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നെ കാണണം. എനിക്കും അത്രയ്ക്ക് ഇഷ്ട? എനിക്ക് യോഗ ചെയ്യണം കുളി കഴിഞ്ഞ. ഈ വരട്ട് തള്ളക്ക് എന്തൊക്കെ അറിയാം. ഇതാരായി ഇരിക്കുന്നേ? എന്റെ മാലയും കമ്മലും ഒന്നും ഇട്ട് കാണാൻ പറ്റില്ല. ഭാഗ്യം. അയ്യോ, കുങ്കുമപ്പൊട്ടിടുന്നത് കല്യാണം കഴിച്ചവരല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ചടങ്ങുകളും കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായി. 7 കൊല്ലം? മണിക്കുട്ടൻ എന്ന പേര്. കരിപ്പയിൽ കന്നുകാലികളുടെ കച്ചവടം. പൊള്ളാച്ചിയിൽ പോയി മാടിനെ കൊണ്ടുവരും വിൽക്കാൻ. കന്നുകച്ചവടം കാരണം നാട്ടുകാരെ വിളിച്ചിരുന്ന പേര് കന്നുകുട്ടൻ. നീ ലോഡ് കൊണ്ടാ ചന്ത ഇറക്കി. ആ പൊട്ടം കിട അവിടെ കാണും. മോളെ മല്ലികേ, ദേ മണിക്കുട്ടൻ വന്നു. എടി മല്ലികേ, നിന്റെ അമ്മ വിളിക്കുന്നു. അമ്മേ, ദാ വരുന്നു. മണിയേട്ടാ, ഞാൻ ഇപ്പൊ വരാം. അമ്മ ചായ വെക്ക്. മോനിരിക്കും. നിന്റെ മണിയേട്ടനോട് പറയടി, നീ 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാന്ന്. പറയാത്ത ഉഴപ്പേ ഉള്ളൂ. ഇപ്പൊ തന്നെ ലോഡ് എടുക്കാൻ പോയതുകൊണ്ടാ പിന്നെ ഇവിടെ ആക്കിയിട്ട് പോയാ. ഞാൻ എപ്പോഴും അടുത്ത് വേണം. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ കല്യാണം കഴിക്കണം. കുറച്ച് വെള്ളം എടുത്തടി. അമ്മാവൻ ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല. നിന്നോട് പറഞ്ഞ ഇച്ചിരി വെള്ളം എടുക്കാൻ. ഈ മീൻ വെട്ടി കഴിയാതെ എഴുന്നേക്കാൻ പറ്റില്ല. വെള്ളം എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്ക് വെള്ളം തന്നിട്ട് മതി നിന്റെ ചാളക്കറി ഉണ്ടാക്കല്. ഒരു ദിവസം നിങ്ങളെ കാല് ഞാൻ വെട്ടി മാറ്റും. അന്ന് തന്നെ ഞാൻ ചവിട്ടി കൊല്ലോടി. സാധനം വെള്ളം ഞാൻ ഒഴിച്ചു തരാം. എന്റെ ഒരു ആഗ്രഹമാ. ഒരു 90 ഏറ്റു. അത് മതി. എടി കടലാമേ, പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നല്ല ആളാ. ഇന്നലെ തന്നെ വരുമെന്നും പറഞ്ഞു പോയിട്ട് അതിന് മാടിനെ കിട്ടണ്ടേ? ഒന്ന് വിളിച്ചു പറയണ്ടേ? ഇന്നലെ ഞാൻ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഞാൻ ലോറി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി.
കന്ന് കച്ചവടം ചെയ്ത് കന്നിനെ പോലായി സ്വഭാവം. വെറുതെ എല്ലാ ആൾക്കാര് കന്നുകുട്ടൻ എന്ന് വിളിക്കുന്ന കന്നുകുട്ടൻ. ഡി. എന്താണ് അല്ല കാച്ചിന് ആവശ്യമുണ്ടെന്ന് കരുതി തോന്നിയ വിലയിട്ടാലേ ഇവറ്റകളൊക്കെ ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. പറഞ്ഞ വിലക്കാണെങ്കിൽ നീ വിറ്റാ മതി കേട്ടാ. ഓ പറഞ്ഞ വിലയ്ക്ക് നീ തന്നെ മേടിക്കേണ്ടി വരും. എടാ മണി, രാവിലെ നീ വന്ന് പറഞ്ഞു പറഞ്ഞ് ക്രാവ് വാങ്ങിച്ചത് 6000, ഇന്നലെ വൈകിട്ട് നീ വാങ്ങിച്ചത് 2000, 2 മാസത്തെ വാടക 2000, മൊത്തം 10. രാവിലെ കിടന്ന് പിടയ്ക്കണ്ട, തരും. ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. അത് ഉച്ചയാകുമ്പോ പറയാം. ഇത് കൊള്ളാലോ. ഇതിപ്പോ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു എന്ന് പറഞ്ഞ പോലെയായി. ശിവേട്ടാ, വൈകിട്ട് ഒരു ലോഡ് കുരുമുളക് വരുന്നുണ്ട്, ഇറക്കാൻ കൊടുത്തുണ്ടോ? ലോഡ് ഇറക്കാനൊന്നും എന്നെ കൊണ്ടുപോയ നീ വല്ല കൊട്ടേഷൻ ഉണ്ടെങ്കിൽ പറടാ. ദേ ശിവേട്ടാ, മിണ്ടാതിരുന്നോണം. വെറുതെ ഒരു പറച്ചില്. നിർമ്മല എവിടെ പോയി? ചേച്ചിയും സുധാകരേട്ടനും കൂടി കാലത്ത് ഇറങ്ങിയതാ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവര് വല്ല ഉരുളി കമത്താനും പോയിട്ടുണ്ടാവും. ഉരുളിയോ? ഓ ബെസ്റ്റ്. ഈ പൊട്ടിപ്പണിനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. എടി കുഞ്ഞിക്കാല് കാണാൻ നേർച്ച. നിർമ്മലേ, എന്തു പറ്റി? എനിക്കിനി ജീവിക്കണ്ട, ചത്താ മതി, ചത്താ മതി. എന്താടാ രാവിലെ 2 പ്രാവശ്യം വന്ന് നോക്കി, നീ എവിടെ പോയിരുന്നു? അത് ചേട്ടാ, ഞങ്ങൾ ആശുപത്രിയിൽ പോയതാ. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്നിട്ട്? നിർമ്മലയുടെ കാര്യം ആകെ കുഴപ്പമായി. ഡോക്ടർ പറഞ്ഞു അത്രേ, സുധാകരേട്ടന് കുട്ടികളുണ്ടാവില്ലാന്ന്. പാവം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു മണിയേട്ടനും നിർമ്മലയും തമ്മിൽ എന്തോ ഒരു അടുപ്പം തുടങ്ങിയെന്ന്. ഞാനത് കാര്യമാക്കിയില്ല. ഒരു ദിവസം രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു. ഞാനും കേട്ടു. നീ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നാട്ടുകാർക്ക് എന്താ പറയാൻ വയ്യാത്തെ? നീ വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. അങ്ങനൊന്നും ഇല്ലാന്ന് എന്റെ തലത്തൊട്ട് സത്യം ചെയ്യൂ, എന്റെ ഒരു മനസമാധാനത്തിന്. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് വിശ്വാസം.